ദുബായിലെ എൻ്റെ ആദ്യ ജോലിയെക്കുറിച്ചുള്ള കഥയാണിത്. 2015 ഞാൻ ദുബായിലെത്തുന്നത്. എത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ ജോലി അന്വേഷണം തുടങ്ങി. ഓൺലൈൻ, ഓഫ്ലൈൻ, FB, വാട്സപ്പ് എന്ന് വേണ്ട ബിൽഡിങ്ങുകളിൽ കയറി ഇറങ്ങി വരെ ഞാൻ CV കൊടുക്കാൻ തുടങ്ങി. ഇവിടെ CV പ്രിൻ്റ് ചെയ്യാൻ പൈസ കൂടുതലാണെന്ന് അറിയാവുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ 50 CV പ്രിൻ്റ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഒരു മാസത്തോളമുള്ള എൻ്റെ ഗംഭീര പരിശ്രമത്തിനൊടുവിൽ എനിക്ക് കിട്ടിയത് ആകെ ഒരു ഇൻ്റർവ്യൂ കോൾ മാത്രമായിരുന്നു. അതും വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓരോ ദിവസം കഴിയുന്തോറും പ്രതീക്ഷ കുറഞ്ഞ് ഇല്ലാണ്ടായി തുടങ്ങി. അങ്ങനെ നീണ്ട 35 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു കോൾ വന്നു. ഞാൻ അയച്ചു കൊടുത്ത CV എൻ്റെ ഫ്രണ്ട് അവൻ്റെ ചേട്ടന് ഫോർവേഡ് ചെയ്ത് ആ CV പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് അത് കണ്ട് ഒരു മലയാളി എന്നെ വിളിച്ചു. പുള്ളിയുടെ പേര് രാജേഷ് ഭായ്. അങ്ങനെ പുള്ളി വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു ജോലി ഒഴിവുണ്ട്. ഇൻ്റർവ്യൂ പുള്ളി സെറ്റാക്കി തരാം, പക്ഷേ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇവിടെ ഇൻ്റർവ്യൂ സെറ്റായാൽ തന്നെ ഒരു 50% ജോലി റെഡിയായ പോലെയാണ്. ഇൻ്റർവ്യൂവിന് ഇടാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഷർട്ടൊന്നും പ്രൊഫഷണൽ ആയിരുന്നില്ല എന്നുള്ള സത്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവസാനം ആത്മാർത്ഥ ചങ്ങാതി അയത്തിൻ്റെ ഷർട്ടും ടൈയും പാൻറ്റും വരെ കടം വാങ്ങിയിട്ടാണ് ഞാൻ നേരെ അബുദാബിക്ക് വണ്ടി പിടിക്കുന്നത്. ഇനി കഥ അങ്ങ് അബുദാബിയിൽ.